ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ കോഡോ മില്ലറ്റ് ഉപയോഗിച്ചിട്ടാണ്. ഇതിനെ വരകരിസി എന്ന് പറയും. ഇത് വെച്ചിട്ട് പൊങ്കലാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ പൊങ്കൽ തമിഴ്നാട്ടിലെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒന്നാണല്ലോ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. മൂങ് ദാൽ, നമ്മുടെ ചെറുപയറ്റ് പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വരകരിസി ഇതാണ് കേട്ടോ. ഇതാണ് നമുക്ക് പാക്കറ്റ്, ഇത് പല കളറിൽ കിട്ടും. ഇപ്പോൾ വരകരിസി ഇപ്പോൾ ഇതാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇത് 2 ഗ്ലാസ് അളവിനാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു 200 ml ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് വരകരിസി എടുത്തു. 1 ഗ്ലാസ് വരകരിസിക്ക് 1/4 ഗ്ലാസ് പരിപ്പെന്നതിലാണ് കേട്ടോ. അപ്പം നമുക്ക് 1/2 ഗ്ലാസ് എടുക്കണം. ഞാൻ കുറച്ച് കൂടുതൽ എടുത്തെന്ന് മാത്രം, 3/4 ഗ്ലാസോളം എടുത്തിട്ടുണ്ട് ഞാൻ പരിപ്പ്. അപ്പോൾ അത് നമ്മൾ നല്ല കഴുകി നല്ല കഴുകിയിട്ട് വേണം കേട്ടോ നമ്മളത് കുക്കറിലോട്ട് ഇട്ടു. അതുപോലെ തന്നെ നമ്മൾ ചെറുപയറ്റ് പരിപ്പും നല്ലപോലെ കഴുകിയിട്ട് അതും വരകരിസിയുടെ കൂടെ തന്നെ കുക്കറിലിട്ട് 1 ഗ്ലാസ് വരകരിസിക്ക് 4.5 ഗ്ലാസ് വെള്ളം വേണം കേട്ടോ. അതാണ് കണക്ക്. നമ്മൾ പരിപ്പിൻ്റെ അളവൊന്നും നോക്കണ്ട, അരിക്ക് ഇതാ അളവ്. അപ്പോൾ നമ്മൾ 9 ഗ്ലാസ് വെള്ളം അളന്നൊഴിച്ചു. അപ്പോൾ ഈ പൊങ്കൽ നമുക്ക് വട, തേങ്ങാ ചട്നി, തക്കാളി ചട്നി എല്ലാം ഉപയോഗിച്ച് ചെയ്യാം കേട്ടോ. അതിലോട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും ഇട്ട് കായവും ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അത് താളിക്കാനായിട്ട് കശുവണ്ടി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ചെറിയ ജീരകം, പിന്നെ ഒരൈറ്റം ഞാൻ എൻ്റെ അടുത്ത് ഇല്ല കേട്ടോ. ഇപ്പോൾ അത് കുരുമുളകാണ്. കുരുമുളകും കൂടി നമ്മൾ പൊങ്കലിൽ താളിച്ചിടണം. അതെല്ലാം നമ്മൾ നല്ലപോലെ നെയ്യിലാണ് കേട്ടോ താളിച്ചിടേണ്ടത്. നെയ്യ് നമ്മൾ കുറച്ച് കൂടുതലിട്ടാലും ടേസ്റ്റാണ് നെയ്യുടെ ആ ഒരു മണവും ഇതെല്ലാം നെയ്യിൽ അങ്ങോട്ട് വറുത്ത് ഇടുമ്പോൾ തന്നെ നമുക്ക് നല്ല മണമായിരിക്കും കേട്ടോ, നല്ല സ്വാദുമാണ്. അപ്പോൾ ഇതേപോലെ മൂപ്പിച്ചിട്ട് നമ്മളത് ഒരു വിസിലോ അല്ലെങ്കിൽ 2 വിസിലോ അത് വെന്തിരിക്കും കേട്ടോ. നല്ല പാകമായിട്ട് കറക്റ്റായിരിക്കും. അതിൽ കൂടുതൽ വിസിൽ കേൾപ്പിക്കരുത് കേട്ടോ. ഇതേപോലെ കുറച്ച് കുഴഞ്ഞിരിക്കുന്നതാണ് ഈ പൊങ്കൽ എപ്പോഴും നല്ലത്. നമ്മൾ അത് താളിച്ചത് അതിലോട്ടിട്ട് നല്ലപോലെ പുരട്ടിയെടുത്തു. കണ്ടില്ലേ, നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ടാവും. കുറച്ച് ഇത്തിരി കട്ടി ഉണ്ടാകും കേട്ടോ. ഇങ്ങനെ ഉതിരി പോലെ ഇരിക്കില്ല. ഇതാണ് പൊങ്കലിൻ്റെ ഇതെന്ന് പറയുന്നത്. പക്ഷെ നല്ല മണവും നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതിന് നമ്മൾ സിമ്പിൾ സാമ്പാറാണ്, അധികം കഷ്ണങ്ങളൊന്നും ഇല്ലാതെയുള്ള സിമ്പിൾ സാമ്പാറും തേങ്ങാ ചട്നി. ഞാനത് ഭയങ്കര ബ്ലാൻഡായിട്ടാണ് കേട്ടോ തേങ്ങാ ചട്നി ഇട്ടേക്കുന്നത്. ഉള്ളിയൊന്നും മൂപ്പിച്ചിടാതെ കടുക് മാത്രം പൊട്ടിച്ചിട്ടത്. അപ്പോൾ അത് കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ മുറ്റത്തിറങ്ങി ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തുള്ള സൂര്യകാന്തി പാടമൊക്കെ വന്ന് നോക്കി. 15 ദിവസം പ്രായം മാത്രമായിട്ടുള്ള കേട്ടോ. അപ്പോൾ ആ പാടമൊക്കെ വന്ന് ഇങ്ങനെ നിരീക്ഷിച്ചു. ഇപ്പോൾ ഇത് കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ അടുത്തതിന് അവർ ഇട്ടേക്കണേണ് കേട്ടോ ഇത്. അങ്ങനെ അപ്പോഴേ ആലോചിക്കുന്നത് ബീഫ് ഇരിപ്പുണ്ട്. അപ്പോൾ ഉച്ചക്കത്തേക്ക് എന്തായാലും ബീഫാകാമല്ലോ എന്ന്. അങ്ങനെ ഞാൻ ബീഫെല്ലാം നല്ലപോലെ കഴുകണേണ്. അപ്പോൾ എനിക്ക് 2 കൈ വെച്ച് നല്ലപോലെ കഴുകിയാൽ മാത്രമേ തൃപ്തിയാകുള്ളൂ. അങ്ങനെ ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ട് നല്ലപോലെ കഴുകിയെടുത്തു. അതിനുശേഷം ഞാനിത് വിനാഗിരിയും കൂടെ ഒഴിക്കോട്ടെ. റെഡ് മീറ്റ് എപ്പോഴും നമ്മൾ വിനാഗിരി ഒഴിച്ചിട്ട്, അതും ചിക്കൻ ആയാലും അതെ, വിനാഗിരി വെച്ച് നല്ലപോലെ കഴുകിയിട്ട് അതിൻ്റെ ചോരയും ഇതെല്ലാം പോയി നല്ല ക്ലീൻ ആകോട്ടെ. പിന്നെ നമ്മൾ കഴുകിയെടുക്കുമ്പോൾ പിന്നെ നല്ലപോലെ സോഫ്റ്റും ആകും ആ മീറ്റ്. അപ്പോൾ നല്ല കഴുകി എടുത്തിട്ട് അത് കഴുകി വാരി പിഴിഞ്ഞ് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഉപ്പെല്ലാം കൂടിയിട്ട് തിരുമ്മി നല്ലപോലെ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കും കേട്ടോ. കാരണം എനിക്ക് ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് വേവിക്കാറില്ല. അപ്പോൾ ഇത് ഞാൻ ഒരു വേവ് നിർത്തിയിട്ട് ബീഫ് എടുക്കും കേട്ടോ ഞാൻ. എന്നിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ഇടുകയുള്ളൂ. നല്ലപോലെ തിരുമ്മി കൂട്ടി എല്ലായിടത്തും ഉപ്പും ഇതെല്ലാം പിടിക്കണ പോലെ, ആ ഇഞ്ചിയുടെയൊക്കെ സ്വാദൊക്കെ ഇതിൽ പിടിക്കണ പോലെ. എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അത് കുക്കറിൽ വെച്ചു. അതിനുശേഷം നമുക്ക് വേണ്ടത് സവാള 5 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. പച്ചമുളക്, നമ്മുടെ എരിവിന് ആവശ്യത്തിന്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്കൊരു മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സവാള ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം ഞാൻ താളിക്കാനിടുന്നതിന് പകരം ഞാൻ ഈ അരപ്പിലാണ് ഇട്ടേക്കണത്. ഇഞ്ചി, വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പ് അങ്ങനെയുള്ള എല്ലാ സെറ്റും, മസാലകളുടെ എല്ലാ സെറ്റും, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇതെല്ലാം നമ്മുടെ ആവശ്യത്തിന്. മല്ലിപ്പൊടി കുറച്ച് കൂടുതലായിട്ട് നിൽക്കണം. ഇതെല്ലാം കൂടി അരച്ച് പേസ്റ്റാക്കി എടുക്കും.
അപ്പോൾ ഇവിടെ ഇറച്ചിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പേസ്റ്റാക്കി എടുത്ത അത് ഇപ്പോൾ നല്ലൊരു ഫൈൻ പേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് താളിക്കാനായിട്ട് സവാള, ബാക്കിയുള്ള 4 സവാള ഇല്ലേ അത് അരിഞ്ഞിട്ടുണ്ട്. പച്ചമുളക് ഞാൻ അതിൽ കുറച്ച് ഒരു 2 എണ്ണം മാത്രമേ അരച്ചിട്ടുള്ളൂ. ബാക്കി ഞാൻ താളിപ്പിലായിട്ടേക്കണത്. പിന്നെ നമ്മുടെ താളിപ്പിൽ അങ്ങനെ നമ്മുടെ അരപ്പും കൂടി ഇട്ടിട്ട് സവാള ഒരുവിധം ഇതായിട്ട് വരുമ്പോഴത്തേക്കും കേട്ടോ ഞാൻ അരപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ മൂപ്പിച്ചിട്ട് അതിന് ശേഷം നമ്മുടെ വെന്ത് വന്നേക്കണ ഉരുളക്കിഴങ്ങും ബീഫും കൂടി ആയിട്ടുള്ള അത് ഞാൻ ഇതിലോട്ടിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കുറുകിയ പോലെയുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എല്ലാം കഴിക്കാൻ നല്ല സ്വാദായിരിക്കും കേട്ടോ. നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ നമ്മുടെ അരപ്പിൻ്റെ ആണ് അതിനുള്ള പ്രത്യേകത എല്ലാം. പിന്നെ നമ്മൾ ചിക്കൻ കറീനകത്ത് ഞാൻ കുറച്ച് സവാളയും കൂടി വറുത്തിടും ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ.